എക്സാം ഒക്കെ അടുത്തെത്തിയല്ലേ? അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് എക്സാം പ്രിപ്പറേഷൻ്റെ ടൈമിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ഇത് നിങ്ങളെ എന്തായാലും ഹെൽപ്പ് ചെയ്യും. ഇതിനായിട്ടും ഒരു 3 കാര്യങ്ങളാണുള്ളത്. അതിലൊന്നാമത്തത് സ്മാർട്ട് സ്റ്റഡി സ്ട്രാറ്റജീസ് എന്നുള്ളതാണ്. ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പഠിക്കണം, എങ്ങനെ റിവൈസ് ചെയ്യണം, എത്രത്തോളം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെ നോട്ട്സ് ഉണ്ടാക്കണം, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് വരുന്നതാണ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ നമ്മൾ എത്രത്തോളം നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും നമ്മുടെ എക്സാമിൻ്റെ പെർഫോമൻസ് അടിപൊളിയാവണമെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് അടിപൊളിയായിരിക്കണം. സോ അതിനുള്ള കുറച്ച് ടിപ്സാണ് ഇവിടെ പറയുന്നത്. ഒന്നാമതായിട്ട് മൈൻഡ് സെറ്റ് ആൻഡ് ഫോക്കസ്. എക്സാം ടൈമിൽ നമുക്ക് വരുന്ന ടെൻഷൻ, സ്ട്രെസ്സ്, ആൻസൈറ്റി ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യണം, അതുപോലെ ഡിസ്ട്രാക്ഷൻസ്, ഫോണ്, മറ്റുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു 3 പോയിൻറ്റ്സിലും എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സ്മാർട്ടായിട്ട് പഠിക്കാനുള്ള കുറച്ച് സ്റ്റഡി സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ നിൽക്കുക എന്നുള്ളത്. അതായത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു വരിയും വിടാതെ പഠിക്കുക, അതല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ കാണുക, അതൊക്കെ. ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ ഏറ്റവും എളുപ്പമുള്ളൊരു മെത്തേഡായിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ 1 ഷോട്ട് ക്ലാസ്സുകൾ കാണാം, അതല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ആവശ്യമുള്ള എക്സാമിൽ വരുന്ന ടോപ്പിക്സ് മാത്രം പഠിക്കുക, അതല്ലാതെ മുഴുവൻ ലൈൻ പഠിക്കാതിരിക്കുക. ഇനി അതെല്ലാം നിങ്ങൾ അത്യാവശ്യം പഠിച്ച് കഴിഞ്ഞ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇനി പഠിക്കാനുള്ള ചാപ്റ്ററൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാം. അതല്ലാതെ ഒരുപാട് ചാപ്റ്റർ പെൻഡിങ് ഉള്ളവരാണെങ്കിൽ ഈ ഒരു രീതി വേണം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമതായിട്ട് നമ്മൾ കൂടുതൽ പേരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് പഠിച്ച ചാപ്റ്റർ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ റിവൈസ് ചെയ്ത ചാപ്റ്റർ തന്നെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു ചാപ്റ്റർ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചാപ്റ്ററിൽ തന്നെ നമ്മൾ ഇങ്ങനെ കിടക്കുന്നൊരു രീതി അത് മാറ്റണം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ചാപ്റ്റർ നന്നായിട്ട് അറിയാം, നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞെന്ന് ഉറപ്പുണ്ടെങ്കിൽ വേഗം തന്നെ അടുത്ത ചാപ്റ്ററിലേക്ക് മൂവ് ഓൺ ചെയ്യുക. കാരണം നമുക്ക് പോർഷൻസ് എക്സാമിന് മുമ്പ് അത്യാവശ്യം തീർക്കണം. സോ അതുകൊണ്ട് ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ഒരു ചാപ്റ്ററിൽ തന്നെ സ്റ്റക്കായി അങ്ങനെ ഇരിക്കരുത്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പൊതുവേ നമ്മളൊരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു ഫസ്റ്റ് ചാപ്റ്ററൊക്കെ ആയിരിക്കും നമ്മുടെ കംഫർട്ടബിൾ ചാപ്റ്ററായിട്ട് പറയുന്നത്. ആ ഒരു ചാപ്റ്റർ തന്നെ നമ്മൾ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് ഞാനും പഠിക്കുന്ന ടൈമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു മിസ്റ്റേക്കാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയത്. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കാണ് ഡീറ്റെയിൽഡ് നോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ ഡീറ്റെയിൽഡ് നോട്ട്സ് ഉണ്ടാക്കാൻ നിൽക്കരുത്. അതിപ്പോൾ മുൻപേ പഠിച്ചു തുടങ്ങിയ സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവരുടെ കയ്യിൽ ഓൾറെഡി നോട്ട്സ് ഉണ്ടാവും. അതല്ല ഇപ്പോൾ പഠിക്കാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കുമ്പം ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. അപ്പോൾ അത്യാവശ്യത്തിനുള്ള ഫോർമുലകൾ, ലോകൾ, തിയറംസ് അതുപോലെയുള്ള കാര്യങ്ങൾ മാത്രം നോട്ട്സിലേക്ക് എഴുതിക്കൊണ്ട് ഒരു നോട്ട് ഉണ്ടാക്കാം. പിന്നെ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിയൽ ലൈഫിലുള്ള ഒരു എക്സാമ്പിളൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമല്ലോ, ആ ഒരു എക്സാമ്പിളൊക്കെ നിങ്ങൾക്ക് നോട്ട്സിൽ എഴുതി വെക്കുക. അതും നിങ്ങൾക്ക് ഹെൽപ്പാകും. അതല്ലാതെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങനെ എഴുതുന്ന ഒരു രീതി ഒഴിവാക്കുക. അതുപോലെ ടെസ്റ്റ് നോക്കി പഠിക്കുന്നവരാണെങ്കിൽ ടെസ്റ്റിൽ ഒരു സ്റ്റിക്കി നോട്ടൊക്കെ ഒട്ടിച്ച് ആവശ്യമുള്ള പോയിൻറ്റ്സ് മാത്രം അതിൽ എഴുതിയ ആ ഒരു രീതിയിലും അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്തിട്ടൊക്കെ പഠിക്കുക. അതല്ലാതെ മുഴുവൻ ലൈൻ ടു ലൈൻ പഠിക്കാതിരിക്കുക. അതുപോലെ നാലാമതായിട്ട് നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് റിവിഷൻ ചെയ്യാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ മുഴുവൻ ടോപ്പിക്സും പോർഷൻസും ഒക്കെ കംപ്ലീറ്റ് ചെയ്യാമെന്നല്ലാതെ റിവിഷൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ പൊതുവേ റിവിഷൻ ചെയ്താലായിരിക്കും നമുക്ക് എക്സാമിന് എഫക്റ്റീവായിട്ടുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠനത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതുപോലെ റിവിഷനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ ഡെയിലി രാത്രി ഒരു അരമണിക്കൂറൊക്കെ നിങ്ങൾക്ക് ഇരുന്നിട്ട് അന്ന് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഡെയിലിയൊക്കെ ഒന്ന് റിവിഷൻ ചെയ്ത് പോയാലാണ് നമുക്ക് എക്സാം ഹാളിൽ കയറുമ്പം പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് ഈ ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കുക. പിന്നെ റിവൈസ് ചെയ്യുന്ന ടൈമിൽ തന്നെ ബുക്ക് നോക്കി റിവൈസ് ചെയ്യാതെ ബുക്ക് അടച്ച് വെച്ച് മനസ്സിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തെടുക്കുക. ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ബുക്ക് അടച്ച് വെച്ചിട്ട് തന്നെ ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ, ഒരു ടീച്ചർ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ ഇങ്ങനെ പഠിപ്പിച്ചു അങ്ങനെയും നിങ്ങൾക്ക് പഠിക്കാം. അല്ലാതെ ബുക്ക് തുറന്ന് വെച്ചിട്ട് റിവൈസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അഞ്ചാമതായിട്ട് നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാതെ എക്സാമുകളിലേക്ക് പോകുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ എത്രത്തോളം റഷായിട്ട് പോവുകയാണെങ്കിലും ക്വസ്റ്റ്യൻ കുറച്ചൊക്കെ എന്തായാലും പ്രാക്ടീസ് ചെയ്തിരിക്കുക. കാരണം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നുകിൽ എക്സാമുള്ള ഒരു ക്വസ്റ്റ്യൻ കാണുമ്പം എങ്ങനെ ആൻസർ ചെയ്തണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാവില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്യാവശ്യം ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക, പിന്നെ കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ളത്, പിന്നെ ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ലാത്തത്. ആ ഒരു ഓർഡറിൽ വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ പ്രാക്ടീസൊക്കെ ചെയ്ത് പോയാലാണ് നമുക്ക് എക്സാമുകളിൽ എത്തുമ്പം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അവിടെ പകർത്തി എഴുതാൻ പറ്റുന്നത്. രണ്ടാമതായിട്ട് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ അത് ശരിയാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് ബ്രേക്ക് എടുക്കാതെ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പഠിക്കുന്നതിനിടയിലായിട്ട് ബ്രേക്ക് എടുക്കുക. അപ്പോൾ പൊമോഡോറോ ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ 25 മിനിറ്റ് പഠിച്ച് 5 മിനിറ്റ് ബ്രേക്ക്, അല്ലെങ്കിൽ ഒരു 50 മിനിറ്റ് പഠിച്ച് 10 മിനിറ്റ് ബ്രേക്ക്.
എന്നിട്ട് അതിന് ശേഷം നിങ്ങളൊരു 2-3 സെക്ഷൻസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലോങ് ബ്രേക്ക് എടുക്കുന്ന ടൈമിൽ മാത്രം ഫോൺ യൂസ് ചെയ്യുക. ഷോർട്ടായിട്ട് ബ്രേക്ക് എടുക്കുന്ന ടൈമിൽ വെള്ളം കുടിക്കുക, ഫുഡ് കഴിക്കുക, അതല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഒരു ചെറിയ ക്രാഫ്റ്റോ ചെറിയൊരു ഡ്രോയിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അല്ലാതെ ലോങ് ബ്രേക്കിൻ്റെ ടൈമിൽ മാത്രം ഫോൺ യൂസ് ചെയ്യുക. അങ്ങനെ പോയാൽ മാത്രമാണ് നമുക്ക് ഡിസ്ട്രാക്ഷൻസ് പരമാവധി ഒഴിവാക്കി പഠിക്കാൻ പറ്റുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് വെള്ളം കുടിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സാധാരണ പഠിക്കുന്നതിനിടയിൽ അങ്ങനെ വെള്ളം കുടിക്കാനൊന്നും ശ്രദ്ധിക്കാറില്ല. നമ്മൾ ജസ്റ്റ് പഠിക്കും, പിന്നെ ദാഹിക്കുമ്പോൾ മാത്രം പോയിട്ട് അടുക്കളയിൽ നിന്ന് വെള്ളം കുടിക്കും, അങ്ങനെയായിരിക്കും. പക്ഷേ ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ നിങ്ങളൊരു വാട്ടർ ബോട്ടിലിൽ വെള്ളം എടുത്ത് സ്റ്റഡി ടേബിളിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കുടിച്ചുകൊണ്ട് നിൽക്കുക പഠിക്കുന്നതിനിടയിലൊക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എനർജി നമുക്ക് കുറച്ചധികം ടൈം ഇങ്ങനെ നിലനിർത്താനായിട്ട് പറ്റും, കുറച്ചധികം ടൈം നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. മൂന്നാമതായിട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ജങ്ക് ഫുഡുകൾ കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ജങ്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരിക, ക്ഷീണം പിടിക്കുക, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഒരു എക്സാം ടൈമിലെങ്കിലും ജങ്ക് ഫുഡുകൾ പരമാവധി ഒഴിവാക്കുക. പകരം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സാധാരണ അങ്ങനത്തെ രീതിയിലൊക്കെ ഉള്ള ഫുഡുകൾ നിങ്ങൾക്ക് നന്നായിട്ട് കഴിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പേർക്കും കുറച്ച് പേർക്കൊക്കെ ഒരു ചെറിയ ഫിയറൊക്കെ ഉണ്ടാവും എക്സാം എടുക്കുമ്പം. എന്നാലും കുറച്ച് പേർക്കൊക്കെ ഭയങ്കര ഫിയർ ആയിരിക്കും. പിന്നെ വേർക്കുക, അതുപോലെ ഭയങ്കര ബ്രീത്തിങ് പ്രോബ്ലം അങ്ങനെയൊക്കെ വരുന്നവരും ഉണ്ട്. സോ അങ്ങനെയുള്ളവർ കുറച്ച് മെഡിറ്റേഷനും യോഗയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, ബ്രീത്തിങ് എക്സസൈസൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതൊക്കെ ചെയ്താൽ നമുക്ക് കുറച്ചൊക്കെ എന്തായാലും ഫിയറൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ ഇങ്ങനെ ഡെയിലി പ്രിപ്പയർ ചെയ്യുമ്പോഴും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ ഒരുപാട് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ ആ ഒരു ഫിയർ കുറച്ചിങ്ങനെ കുറഞ്ഞ് വന്നോളും. അപ്പോൾ അതവിടെ ഉണ്ടാകുന്നതിൽ വലിയ പ്രോബ്ലം ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ഭയങ്കരമായിട്ട് ലേറ്റ് നൈറ്റ് ഇരുന്ന് പഠിക്കുക എന്നുള്ളത്. അതായത് ഇപ്പോൾ ഒരു 12 മണിക്ക് ശേഷം പഠിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിന് ശേഷം നമുക്കൊരു 6 മണിക്കൂർ, അതായത് ഇപ്പോൾ നമുക്കൊരു സ്കൂളും ട്യൂഷനും അതുപോലെ പഠിത്തവും ഒക്കെ ആയിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു 8 മണിക്കൂറൊക്കെ ഉറങ്ങാൻ പറ്റിയെന്നിരിക്കില്ല. എന്നാലും ഒരു മിനിമം ഒരു 6 മണിക്കൂർ ഉറങ്ങുക എന്നുള്ള രീതിയിലെങ്കിലും പോവുക. അങ്ങനെയാണെങ്കിൽ ആയിരിക്കും നമുക്ക് എക്സാമിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ നമുക്ക് എക്സാമിൻ്റെ തലേന്ന്, പ്രത്യേകിച്ച് എക്സാമിൻ്റെ തലേന്ന് ഒട്ടും ഉറക്കം ചെയ്യാതിരിക്കുക. കാരണം അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് എക്സാമിന് ഉറക്കം വരിക, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിൻ്റെ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇനി മൂന്നാമതായിട്ട് വരുന്നതാണ് മൈൻഡ് സെറ്റ് ആൻഡ് ഫോക്കസ്. അപ്പോൾ മൈൻഡ് സെറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടുണ്ടാകുന്ന പ്രശ്നം ഒന്ന് മോട്ടിവേഷൻ ഇല്ല, അല്ലെങ്കിൽ പഠിച്ചാലും മാർക്ക് കിട്ടില്ല എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മോട്ടിവേഷണൽ വീഡിയോസോ സോങ്സോ ഒക്കെ കേട്ട് നോക്കാം. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് നമ്മുടെ മൈൻഡിനെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് കൂടുതൽ പേരും ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. നല്ലത് ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് വരുന്നതാണ് ഫോക്കസിൻ്റെ കാര്യത്തിൽ ഡിസ്ട്രാക്ഷൻസ്, അല്ലേ? ഫോണ് അല്ലെങ്കിൽ TV അങ്ങനെ ഓരോ ഡിസ്ട്രാക്ഷൻസ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു റിവാർഡ് പോലെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു ഇത്ര ചാപ്റ്റർ, അതായത് ഒരു 1.5 ചാപ്റ്റർ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ 1.5 മണിക്കൂർ ഫോണോ TV ഒക്കെ നോക്കും എന്ന രീതിയിൽ നിങ്ങൾക്ക് റിവാർഡ് സെറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ പഠിത്തവും നടക്കും, അതുപോലെ കുറച്ച് എൻ്റർടൈൻമെൻറ്റും ആവാം. പിന്നെ അത് ഒരു ചാപ്റ്റർ പഠിച്ച് കഴിയുന്നത് വരെ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല, അത് കഴിഞ്ഞിട്ട് മാത്രം യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഫോണിൽ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് ഓണാക്കി വെക്കുക. അതല്ലെങ്കിൽ സ്റ്റഡി ബണ്ണി പോലത്തെ പഠനം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആപ്പുകളുണ്ടല്ലോ, അതൊക്കെ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഫോക്കസ് മോഡ് ഓണാവുന്ന തരത്തിലുള്ള ആപ്പുകളും ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതെന്നാകുമ്പോൾ നമുക്ക് കുറച്ച് റിവാർഡൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ പഠനം കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് സെറ്റിങ്സിൽ ആപ്പ് ടൈമേഴ്സിൽ ഓരോ ആപ്പിനും ഇത്ര ടൈം കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് രാവിലെ എണീറ്റ പാടോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഫോൺ യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം ടൈം വേസ്റ്റ് ആവും എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. സോ അതുകൊണ്ട് ആ ഒരു ടൈമെങ്കിലും സ്ക്രോൾ ചെയ്യുന്നത് ഒഴിവാക്കാം. ഇത്രയും കാര്യങ്ങളാണ് മൈൻഡ് സെറ്റ് ആൻഡ് ഫോക്കസ് എന്ന ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലാസ്റ്റ് മിനിറ്റ് എക്സാം പ്രിപ്പറേഷൻ്റെ ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് കാണാം. ബൈ.